ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അട്രാക്ഷൻ ടൈപ്പും ഡിഫ്ലക്ഷൻ ടൈപ്പും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ റിപ്പൽഷൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് പീസ് ഉണ്ടായിരിക്കും. അത് രണ്ടും ഒന്ന് ഫിക്സഡും ഒന്ന് മൂവിങ്ങോ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കൺട്രോളിങ് ടോർക്കും അതിനകത്തുള്ള പ്രസന്റ് ആയിട്ടുള്ള എല്ലാ ടോർക്കുകളെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ആദ്യത്തെ ടൈപ്പ് നോക്കാം. മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ്. അപ്പോൾ മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സോളിനോയിഡ് ഉണ്ടായിരിക്കും, ഒരു മൂവിങ് ഓവൽ ഷേപ്ഡ് സോഫ്റ്റ് അയണും ഉണ്ടായിരിക്കും. രണ്ടിനെയും മൂവിങ് സോഫ്റ്റ് അയണിനെ എക്സെൻട്രിക്കലി പിവറ്റ് ചെയ്തിട്ടുള്ള പോലെ. അതിന്റെ മുകളിൽ എന്തുണ്ടാവും? ടു ദിസ് അയൺ എ പോയിന്റർ അറ്റാച്ച്ഡ്. അതിന്റെ മുകളിൽ ഒരു പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുള്ള പോലത്തെ അറേഞ്ച്മെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു സോളിനോയിഡ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു മൂവിങ് കോയിൽ ഉണ്ടായിരിക്കും. ആ മൂവിങ് കോയിലിന്റെ മുകളിലേക്ക് ഒരു പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുള്ള പോലെ ആയിരിക്കും. ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് കൺട്രോളിങ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ബാലൻസ് വെയിറ്റും ഉണ്ട്, കൺട്രോൾ വെയിറ്റും ഉണ്ട്. പോയിന്റർ 0 ആയിരിക്കുന്ന സമയത്ത് കൺട്രോൾ വെയിറ്റ് വെർട്ടിക്കൽ ആയിരിക്കും. അതേസമയം പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ വെയിറ്റിന് ഒരു ചെറിയ ഡിഫ്ലക്ഷൻ വരും. ഓക്കെ, ഇത് നമുക്ക് പോയിന്റർ ഒരു സ്കെയിലിന്റെ മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കാം. മൂവിങ് അയൺ ഇസ് ഡ്രോൺ ഇൻ ടു ദ ഫീൽഡ് ഓഫ് ദ സോളിനോയിഡ് വെൻ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് മൂവിങ് അയൺ എന്തുണ്ടാവും? ആ സോളിനോയിഡിന്റെ ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യും. എപ്പോഴും ഏത് ഫീൽഡിൽ നിന്ന് അട്രാക്ട് ചെയ്യുക? വീക്കർ ഫീൽഡിൽ നിന്ന് സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യുക. ഇനി സ്പ്രിംഗ് ഓർ ഗ്രാവിറ്റി കൺട്രോൾ ആൻഡ് ന്യൂമാറ്റിക് ഡാമ്പിംഗ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഡാമ്പിംഗ് ഗ്രാവിറ്റി കൺട്രോൾ അല്ലെങ്കിൽ സ്പ്രിംഗ് കൺട്രോൾ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന്റെ കൺട്രോളിംഗ് ടോർക്കായിട്ട് ഡാമ്പിങ്ങിനായിട്ട് ന്യൂമാറ്റിക് ഡാമ്പിംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇല്ലേ, നമുക്കൊരു സോളിനോയിഡ് ഉണ്ട്, സോളിനോയിഡ് ചേർന്നിട്ട് ഒരു മൂവിങ് അയണിനെ, ഒരു ഓവൽ ഷേപ്പിലെ മൂവിങ് അയണിനെ നമ്മൾ പിവട്ട് ചെയ്തിട്ടുണ്ടാവും, എക്സെൻട്രിക്കലി പിവട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് രണ്ട് വെയിറ്റ് വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ കൺട്രോൾ നടക്കുന്നത്. അപ്പോൾ അത് സ്പ്രിംഗ് കൺട്രോൾ ആണോ ഗ്രാവിറ്റി കൺട്രോൾ ആണോ എന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ബാലൻസ് വെയിറ്റും ഉണ്ടായിരിക്കും, അതുപോലെ കൺട്രോൾ വെയിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഫിഗറിൽ വീണ്ടും കാണിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി പോയിന്റർ 0 ആവുന്ന സമയത്ത് ഇത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫ്ലക്ഷൻ വരുന്ന സമയത്ത് എന്തുണ്ടാവും? കുറച്ച് ഒരു ഡിഫ്ലക്ഷൻ വന്നിട്ട്, അതായത് പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കൺട്രോൾ വെയിറ്റിന് ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഇനി റിപ്പൽഷൻ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വിൽ ബി ഹാവിംഗ് 2 iron pieces. One is fixed and the other one is movable. Both of them will be lying in the magnetic field produced by the solenoid. ഈ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനകത്തായിരിക്കും ഈ ഫിക്സഡ് അയണും മൂവിങ് അയണും നിൽക്കുന്നുണ്ടാവുക. When there is no current, the two ions are almost touching each other and the pointer rests in 0 position. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഈ മൂവബിൾ പീസും ഈ ഫിക്സഡ് പീസും ഓൾമോസ്റ്റ് ടച്ചിങ് ആയിട്ടായിരിക്കുന്നുണ്ടാവുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് reading or once the current starts flowing through it, what happens? The fixed coil will be remaining as such and the moving coil will be moving according to the amount of the current flowing through it. Okay. When there is no current, the two ions are almost touching each other and the pointer rests in 0 position. When the current is passed through the solenoid, a magnetic field is set up in the solenoid and the two ions are magnetized in the same direction. രണ്ട് അയൺ പീസും, അതായത് ഫിക്സഡ് പീസിനും മാഗ്നറ്റൈസ്ഡ് പീസിനെയും രണ്ടും സെയിം ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ്ഡ് ആവുക. അപ്പോൾ എന്ത് സംഭവിക്കും? രണ്ടുപേരും സെയിം ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, റിപ്പൽ ചെയ്യുള്ളൂ എന്നുള്ളത്. ദിസ് സെറ്റ്സ് അപ്പ് എ റിപ്പൽസീവ് ഫോഴ്സ് സോ ദാറ്റ് ദ മൂവിങ് അയൺ ഇസ് റിപ്പൽഡ് ബൈ ദ ഫിക്സഡ് അയൺ. സോ എപ്പോഴാണ് ഇത് മൂവിങ്, എവിടെ വരെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും? കുറേ ദൂരം ഒന്നും പോകാൻ പാടില്ല, എവിടെ നിൽക്കാൻ വേണ്ടി നമ്മളൊരു ടോർക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് ടോർക്കാണ്? കൺട്രോളിംഗ് ടോർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കും അതുപോലെ റിപ്പല്ലിംഗ് ഫോഴ്സും ഒപ്പാവുന്ന സമയത്ത് എന്തുണ്ടാവും? പോയിന്റർ വിൽ കം ടു അ റെസ്റ്റ്. അതായത് റിപ്പീറ്റ്, നമുക്ക് എവിടെ വരെ ഇത് ഡിഫ്ലക്ട് ചെയ്യും? കൺട്രോളിംഗ് ടോർക്കും റിപ്പൽസീവ് ഫോഴ്സും ഒപ്പമാവുന്ന വരെ ഇത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. The pointer comes to a rest in deflected position when the equilibrium is attained between repulsive force and controlling force. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കൺട്രോളിംഗ് മെത്തേഡ്സ് ആവാം? ഹെയർ സ്പ്രിംഗ് ആവാം, ഗ്രാവിറ്റി കൺട്രോൾ, അതായത് സ്പ്രിംഗ് കൺട്രോൾ ആവാം, ഗ്രാവിറ്റി കൺട്രോൾ ആവാം. ഡാമ്പിങ്ങിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉപയോഗിക്കുന്നു. അപ്പോൾ റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. ദ റിപ്പൽഷൻ ഓഫ് ദി അയൺ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറന്റ്. അപ്പോൾ സ്ക്വയർ ഓഫ് ദി കറന്റിനാണ് പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ എന്തുണ്ടാവും? സ്കെയിൽ അൺഈവൺ ആവും. സ്കെയിൽ അൺഈവൺ ആയിരിക്കും. നമുക്ക് ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു കറന്റ് ആണെങ്കിൽ സ്കെയിൽ യൂണിഫോം ആയിരിക്കും. ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറന്റ് ആണെങ്കിൽ നമുക്ക് സ്കെയിൽ അൺഈവൺ ആയിരിക്കും. സ്കെയിൽ അൺഈവൺ ആയിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ക്രൗഡഡും അവസാനത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര വൈഡ് സ്പ്രെഡും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് റിപ്പൽസീവ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രത്യേകത. നമുക്ക് രണ്ട് അയൺസിന്റെ, ഒന്ന് ഫിക്സഡ് ആയിരിക്കും, ഒന്ന് മൂവിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നമ്മൾ നേരത്തെ കാണിച്ചാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, റേഡിയൽ ടൈപ്പ് ആവാം, കൊയാക്ഷ്യൽ ടൈപ്പ് ആവാം. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് രണ്ടും പഠിക്കണം കേട്ടോ.
അതുപോലെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം എന്താണ് ഒരു ഫിക്സഡ് അയൺ പീസും ഉണ്ട് മൂവബിൾ അയൺ പീസും ഉണ്ട്. പോയിന്റർ 0 ആയിരിക്കുന്ന സമയത്ത് രണ്ടുപേരും അടുത്തടുത്തായിരിക്കുന്നത്. അതേസമയം പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പോയിന്റർ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ഈ പോയിന്റർ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി ഈ മൂവബിൾ അയൺ പീസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താവും? ഈ ഫിക്സഡ് അയൺ പീസും മൂവബിൾ അയൺ പീസും തമ്മിൽ ഡിസ്റ്റൻസ് കൂടി വരും. എന്നിട്ട് എവിടെ വരെ മൂവ് ചെയ്യും? കൺട്രോളിംഗ് ടോർക്കും റിപ്പൾസിംഗ് ഫോഴ്സും ഒപ്പാവണ വരെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആര്? മൂവബിൾ അയൺ പീസ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തത് ജനറൽ ടോർക്ക് ഇക്വേഷൻ ഓഫ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് നോക്കാം. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന് എങ്ങനെയാണ് ജനറൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? An expression for torque of a moving iron instrument may be derived by considering the energy relation when there is a small increment in the current applied to the instrument. അപ്പം നമ്മൾ ആ ഇൻക്രിമെന്റ് കറണ്ട് ഐ എന്നുള്ള കറണ്ട് അപ്ലൈ ചെയ്തിരുന്നു. അതിന്റെ മുകളിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. ഐ പ്ലസ് ഡി ഐ എന്ന് കറണ്ടായി മാറിക്കഴിഞ്ഞാൽ, കറണ്ട് ഐ എന്നുള്ള കറണ്ട് ഐ പ്ലസ് ഡി ഐ ആയി മാറിക്കഴിഞ്ഞാൽ എത്രത്തോളം അതിന് എനർജി റിലേഷൻസിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ ടോർക്കിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത്. When this happens, there will be a small deflection d theta and some mechanical work will be done. ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും? ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ചെറിയൊരു വർക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ലെറ്റ് ടി ഡി വിത്ത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ടി ഡി എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനീഷ്യൽ കറണ്ട് ഐ ആണ്, ഇൻസ്ട്രുമെന്റിന്റെ ഇൻഡക്റ്റൻസ് എൽ ആണ്, ഡിഫ്ലക്ഷൻ തീറ്റയാണ് ആദ്യം. അതായത് ഇനീഷ്യൽ കറണ്ട് ഐ ആണ്, ഇൻസ്ട്രുമെന്റിന്റെ ഇൻഡക്റ്റൻസ് എൽ ആണ്, അതുപോലെ ഡിഫ്ലക്ഷൻ തീറ്റയാണ്. If the current is increased by di, അതായത് ഐ പ്ലസ് ഡി ഐ ആയി കറണ്ട് എന്ന് വിചാരിക്കുക. അതുപോലെ ഇൻഡക്റ്റൻസ് എൽ പ്ലസ് ഡി എൽ ആയി എന്ന് വിചാരിക്കുക. അതുപോലെ തീറ്റ ഡി പ്ലസ് ഡി തീറ്റ എന്ന് വിചാരിക്കുക. ഇങ്ങനെ മാറ്റങ്ങൾ, അതായത് ഡി ഐ കറണ്ട് ഇൻക്രീസ് ചെയ്തു, ഡി എൽ ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്തു, അതേപോലെ ഡിഫ്ലക്ഷൻ ഡി തീറ്റ മാറി എന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ വോൾട്ടേജ് എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നുണ്ടാവുക? വോൾട്ടേജ് അപ്ലൈഡ് ഇസ് ഗിവൺ ബൈ the voltage applied is given by നമുക്ക് V is equal to L into di by d theta നമുക്കറിയാം അല്ലേ? V is equal to L into di by d theta എന്ന് പറയുന്നത് d by dt of Li എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് is equal to I into dl by dt plus L into di by dt. ഇവിടെ നമ്മൾ ഞാൻ എഴുതിയ സമയത്ത് നേരത്തെ ഇത് വരാതിരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ ടോർക്ക് is equal to TD into d theta. TD ആണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ വർക്ക് TD into d theta ആയിരിക്കും. വർക്ക് is equal to ടോർക്ക് into ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ടോർക്ക് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡി ഇൻറ്റു ഡി തീറ്റ ആയിരിക്കും. അതുപോലെ അപ്ലൈഡ് വോൾട്ടേജ് നമുക്ക് ഈസ് ഈക്വൽ ടു ഒരു ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കുക? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി തീറ്റ. അതന്നെ ഡി ബൈ ഡി ടി ഓഫ് എൽ ഐ എന്ന് എഴുതി. അപ്പോൾ ഐ ഇൻറ്റു ഡി എൽ ബൈ ഡി ടി പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്തിരിക്കുന്നത് എങ്ങനെ? എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. എ ഈസ് ഈക്വൽ ടു energy is equal to E into I dt. അതെന്തിനോട് ഈക്വലന്റ് ആയിരിക്കും? നമ്മളിവിടെ തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ, അതായത് ഈ ഇക്വേഷനിൽ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു ഇക്വേഷന്? അപ്പോൾ സ്റ്റോർഡ് എനർജിയുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ചേഞ്ച് ഇൻ ദ സ്റ്റോർഡ് എനർജി എന്തായി? 1/2 ഇൻറ്റു ഐ സ്ക്വയർ പ്ലസ് 2i ഡി ഐ പ്ലസ് എൽ ഡി ഐ സ്ക്വയർ ഇൻറ്റു ഇത് മൈനസ് പഴയ വാല്യൂ. നെഗ്ലക്റ്റിംഗ് ഹയർ ആൻഡ് സെക്കൻഡ് ഓർഡർ ടേംസ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി എന്ത് പറ്റും? എന്ത് വന്നു? ഇതിലത്തെ ഹയർ ഓർഡർ ക്വാണ്ടിറ്റിയും സെക്കൻഡ് ഓർഡർ ടേംസ് ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി എക്സ്പ്രഷൻ? 1/2 ഇൻറ്റു നമ്മളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അല്ലാണ്ട് ഇത് കിട്ടില്ല. എന്തായി? ഇതിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടും? ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കണേ സ്വന്തമായിട്ട്. ഹയർ ഓർഡർ ടേംസിനെയും സെക്കൻഡ് ഓർഡർ ടേംസിനെയൊക്കെ ഒമിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെയ്ത് നോക്കുക. The electrical energy supplied will be equal to increase in the stored energy plus mechanical work done. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എത്രത്തോളം സപ്ലൈ ചെയ്തു എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എത്രത്തോളം സ്റ്റോർഡ് എനർജി ഇൻക്രീസ് ചെയ്തു പ്ലസ് എത്ര വർക്ക് ചെയ്തു എന്നുള്ളത്. ഒന്ന് എത്ര വർക്ക് ചെയ്തു എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇല്ലേ? എന്തായിരുന്നു? എത്രത്തോളം മെക്കാനിക്കൽ വർക്ക് ഡൺ ആണെന്ന്. ടി ഡി ഡി തീറ്റ ആണ് മെക്കാനിക്കൽ വർക്ക് ഡൺ നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് എത്രയായിരിക്കും? That electrical energy supplied will be equal to, നമുക്ക് ഇതാണ് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് എന്ന് അറിയാം എക്സ്പ്രഷൻ. That will be equal to എന്തായിരിക്കും? Electrical energy supplied will be equal to this plus this. Okay, hope you have understood that. Okay.